പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു നെസ്ലിനൊരു രാശിയാണോ? സൂപ്പർസ്റ്റിഷനിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. അങ്ങനെയൊന്നല്ല. ഭയങ്കര കംഫർട്ടബിൾ. നല്ല നടനാണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള അത്. എനിക്കിപ്പോ അടുത്ത പടത്തിൽ അഭിനയിക്കാന്നുള്ളത് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് ആർക്കും ഫീലിംഗ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഒരു സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക എന്നുള്ളത് ഒരു പാപം. അത് 10 സിനിമയിൽ ഇപ്പൊ പ്രിയദർശൻ സാറിന്റെ പടത്തിലായാലും സിനിമയിലായാലും അവർക്കൊക്കെ അവരുടെ കംഫർട്ട് സോണിലുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആക്ടേഴ്സ് ഉണ്ടാവും. എല്ലാവരും സത്യൻ സാർ എന്നൊക്കെ പറയുന്ന പോലെ അതിനങ്ങനെ കണ്ടാൽ മതി എന്ന് എനിക്ക് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ടൊവിനോയും അതോടൊപ്പം നിവിൻ പോളിയൊക്കെ വെച്ച് സിനിമ ചെയ്യണത്. ഈ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള നമ്മുടെ ദിലീഷ് ചേട്ടൻ നല്ലൊരു ആക്ടറാണ്, റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാനായിട്ടൊരു ആലോചന ഇല്ലേ? അദ്ദേഹത്തെ വെച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് വരും. ആ ഓക്കെ. നെസ്ലിൽ ഇപ്പോ ഈ ആളുകൾ പറയുന്നുണ്ടല്ലോ നെസ്ലിന്റെ കംഫർട്ട് കൗണ്ടർ ഉണ്ട് നമ്മളങ്ങനെ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പറയില്ല, കാരണം എനിക്ക് അതിനെ പറ്റിയിട്ട് നല്ല മതിപ്പാണെന്നുള്ളത്. ഈ ഡയലോഗ് എപ്പോഴാണ് സംഭവിക്കുന്നത്? എഴുത്തിലുണ്ടായിരുന്നത് സ്പോട്ടിൽ വന്നതാണ്? എഴുതിയതാണ്. അതെനിക്ക് എന്റെ ലൈഫ് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ വന്നതാണ്. അതാണ് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കുന്നത്. അത് കഴിഞ്ഞ് അത് എഴുതുമ്പോ അത് അങ്ങനെ വന്നു പോയി. ഈ പ്രേമ മന്ദന്മാര് മാത്രമല്ല മണ്ടന്മാരൊക്കെ എന്ന് പറയുന്ന ഡയലോഗ് റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആണ്? അല്ല, അത് എഴുതിയപ്പോ വന്നതാണ്. അത് അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ അത് വേറെ ഇരിക്കണമല്ലോ. അപ്പം ആ ക്യാരക്ടേഴ്സിന്റെ ഡിഫറൻസ് ആണ് അതിലെ റൊമാൻസ് എങ്ങനെയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് മാറുമ്പോൾ തന്നെ ലവ് സ്റ്റോറീസ് ആകുമ്പോൾ തന്നെ ലവ് സ്റ്റോറീസ് ആണെങ്കിലും ആ രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് രണ്ട് അപ്ബ്രിംഗിങ്ങിൽ വളർന്ന ആൾക്കാർ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വേറൊരു ഡൈനാമിക്സ് ആയിരിക്കും. അത് തന്നെയാണ് അതിൻ്റെ ഇത്. എല്ലാത്തിലും അങ്ങനത്തെ റൊമാൻസ് ഉണ്ടെങ്കിലും ആ റൊമാൻസിന് വേറെ ഡൈമെൻഷൻസ് ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്.